ഹലോ നമസ്കാരം. സന്തോഷ്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമാവുകയും EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറുകയും കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ഇടതുപക്ഷ സർക്കാരിനെ പിരിച്ചുവിടുകയും തുടർച്ചയായി നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ 14-ാം സംസ്ഥാന തെരഞ്ഞെടുപ്പും 15-ാം സംസ്ഥാന തെരഞ്ഞെടുപ്പും LDFിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ തുടർച്ചയായ വിജയം 10 വർഷത്തെ ഭരണം കേരള സംസ്ഥാനത്തിൻ്റെ പേർ BJP NDA കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളം എന്ന പേരിൽ നാമകരണം മാറ്റി. കേരളത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണ പഞ്ചായത്തുകൾ UDF പിടിച്ചെടുക്കുകയും 16-ാം സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മുടങ്ങിയിരുന്ന ക്ഷേമ പെൻഷൻ 2000 രൂപയായി ഉയർത്തുകയും സംസ്ഥാനത്തിൻ്റെ ദുരന്തബാധിത സന്ദർഭങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ്റെ നേതാവിൻ്റെ വിടവ് നികത്തി ഇടതുപക്ഷ നേതാക്കൾക്ക് കേരളത്തിൽ തുടർച്ചയായ 3ാമത്തെ ഭരണം നേടാൻ കഴിയുമോ? ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ നിന്നും മാറി തുടർച്ചയായി വന്ന 10 വർഷം LDF സർക്കാരിൻ്റെ ഭരണപോരായ്മകൾ ടീം UDF പ്രതിപക്ഷ നേതാവായ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഏപ്രിൽ 9-ാം തീയതി നടക്കുന്ന വിധിയെഴുത്തിൽ മാറ്റിയെഴുതുമോ? ഗുജറാത്ത് മുഖ്യമന്ത്രിയായി, ഇന്ത്യൻ പ്രധാനമന്ത്രിയായി, ലോകരാജ്യങ്ങളിൽ മികച്ച ഭരണാധികാരിയായ, ലോകത്തെ ഇന്ത്യയെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാക്കിയ നരേന്ദ്രമോദി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായി എത്തുകയും പാർലമെൻറ്റിലേക്ക് തൃശ്ശൂരിൽ നിന്നും ആദ്യമായി ഒരു MP സുരേഷ് ഗോപിയെ ടൂറിസം വകുപ്പ് മന്ത്രിയായി, കേരള ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP NDA അധികാരത്തിലേറുകയും സഹകരണ മന്ത്രിയായ ജോർജ് കുര്യൻ മത്സരരംഗത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ഏപ്രിൽ 4-ാം തീയതി വീണ്ടും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി എത്തുന്നു. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്